അപ്പോൾ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവിടെ ഈ ഇടവണ്ണ ഇവിടെ ചെറിയൊരു തട്ടുകട ഉണ്ടായ തട്ടുകടയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ പോകുന്ന കേട്ടോ. ചിന്നു നമ്മൾ എവിടേക്ക് വന്നിട്ടുള്ളത്? ഇടവണ്ണ അല്ലേ. ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി കുഞ്ഞോള് അമ്മയ്ക്ക് ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. അമ്മ മെല്ലെ ഇറങ്ങിട്ടോ. അടുത്ത് നമ്മൾ അച്ചു ഇറങ്ങി വരുന്നുണ്ട്. അബിക്കുട്ടൻ ഇറങ്ങി, നന്ദുക്കുട്ടൻ ഇറങ്ങി. രണ്ടാൾ വണ്ടിൻ്റെ ഉള്ളിൽ ഉറങ്ങുകയാണ്. ഇനി ഓളെ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ച് കൊണ്ടിരണം. ശ്രീകുട്ട മാമനും ബർത്ത്ഡേക്കാളും ഉറങ്ങിയിരുന്നു അല്ലേ. അപ്പം എല്ലാവരും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഇനി അവിടെ ഫുഡ് എന്തൊക്കെയുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടല്. ചെറിയൊരു തട്ടുകടയാണ്. വൈകുന്നേരം വളരെ ആക്റ്റീവായിട്ടുള്ള തട്ടുകടയാണ്. വെറൈറ്റി തരം ഫുഡുകളാണ് അവിടെ ഉള്ളത്. ഇതാണ് നമ്മളെ തട്ടുകടേൻ്റെ ഉൾഭാഗം. ഇടവണ്ണ അങ്ങാടിയിലാണ് നമ്മൾ ഈ തട്ടുകട ഉള്ളത്. നല്ല വെറൈറ്റി ഫുഡുകളാണ്. ഫുഡ് വരാൻ കാത്തിക്കാണ് കുട്ടികളൊക്കെ. അഭിക വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ് അല്ലേ. അച്ചുമോള് കുഞ്ഞോൾ എന്തൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇഷാന് എന്തൊക്കെ പറയുന്നു. ലച്ചുമോളും അമ്മയൊക്കെ എന്തോ ചർച്ചയിലാണ്. പൊന്നും അന്തം വിട്ടിരിക്കുകയാണ്. ചിന്നുവാണെങ്കിൽ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇഷാന് എന്താ വേണ്ടത്? മക്രോണി. ഇഷവന് മക്രോണി വേണമെന്ന് അറിയുന്നത് കേട്ടോ. എല്ലാ ഫുഡും ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം മക്രോണി ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മക്രോണിയാണ് പൊതുവെ ഇവിടെ. മക്രോണി നല്ല ടേസ്റ്റാണ്. ഒരു കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 മക്രോണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഫ്രൈഡ് റൈസ് ഒക്കെ വരാണ്ട്. ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. ഇനി നൂഡിൽസും കൂടി വരാണ്ട്. ഫുഡ് കഴിക്കലും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചാൽ ഹാപ്പിയായി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, താങ്ക് യു.